ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് കടച്ചക്ക വെച്ചിട്ട് ബജ്ജി. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. കടച്ചക്ക ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ കനം കുറച്ചിട്ടാണ് അരിയേണ്ടത്. ഇനി ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് കടലപ്പൊടി 1/3 കപ്പ്, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കായപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അന്നേരം ഇതൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി കടച്ചക്ക ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. അതിനുശേഷം ഇത് എണ്ണയിലേക്ക് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചൂടൊന്ന് കുറച്ച് വെക്കണം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചേക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇടുമ്പോൾ തന്നെ ഇത് കരിഞ്ഞു പോകും. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം തീ കൂട്ടി വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഹീറ്റിൽ തന്നെ കിടക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി ആയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ ചക്ക വേഗം വേണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ കോരിയെടുക്കാം. ഇത് നല്ല മുരുമുരാന്നാണ് ഫ്രൈ അയക്കുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണക്കെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അത്രയും മാവ് വെച്ചിട്ട് 20 പീസാണ് വറുത്തത്. ഇതുപോലെ കടച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒരു 4 മണി പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.